നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ ധനവകുപ്പും അറിയിച്ചിരുന്നത്. പക്ഷേ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്നുണ്ടാകില്ല. ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന 60 ലക്ഷത്തിന് മുകളിൽ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത്. വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 5 മാസത്തെ കുടിശ്ശികയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഒരു 3-4 മാസങ്ങളായിട്ട് തുക മുടങ്ങാതെ തന്നെ അതാത് മാസങ്ങളിൽ 1 മാസത്തെ ഗഡു തുക ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതുകൊണ്ട് ഈ ഒരു തുക മുടങ്ങാതെ നൽകിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇലക്ഷനൊക്കെ വരുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ വീണ്ടും ക്ഷേമ പെൻഷൻ തുകയൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ 5 മാസത്തെ കുടിശ്ശിക തുക അടുത്ത വർഷം അവസാനത്തോടു കൂടിയായിരിക്കും 3 ഗഡുക്കൾ വിതരണം ചെയ്യുക. 2 ഗഡുക്കൾ ഈ വർഷം ഓണത്തോടും അതുപോലെ തന്നെ ക്രിസ്മസോടുകൂടിയൊക്കെ വിതരണം ചെയ്യുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിട്ടില്ല. അതായത് 24-ാം തീയതി ക്ഷേമ പെൻഷൻ നൽകുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ പാഴ്വാക്കായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 90 കോടിയിൽ ഇപ്പോൾ 900 കോടി രൂപയാണ് ഇതിനു വേണ്ടി വേണ്ടത്. ഈ തുക ഇതുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വാസ്തവം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ 1 ഗഡു വിതരണം ഇന്നുണ്ടാകില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നു. 1600 രൂപ വീതം 60 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി 900 കോടിയാണ് ഇതിനു വേണ്ടി വേണ്ടത്. ഈ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു തുക അനുവദിച്ചുകൊണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ, അനുവദിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണമെന്നുണ്ടെങ്കിൽ ഈ തുക ആദ്യമേ കണ്ടെത്തേണ്ട സാഹചര്യമാണ്. നാളിതുവരെയായിട്ടും ഈ തുക കണ്ടെത്താത്തതുകൊണ്ടാണ് ഈ തുക അനുവദിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു തുക കിട്ടുവാൻ വീണ്ടും കാലതാമസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മാസത്തിൽ തന്നെ തുക വിതരണം ഉണ്ടാകും. 23-ാം തീയതി തുക വിതരണം 24-ാം തീയതി തുക വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും നാളിതുവരെയായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ആരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തില്ല. ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ 2-3 ദിവസം താമസിച്ചൊക്കെ ആയിരിക്കാം തുകയുടെ വിതരണം ഉണ്ടാകുക. ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയിപ്പുകൾ പുറത്തുവിടേണ്ടത് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കൂടാതെ മസ്റ്ററിങ് ചെയ്യാനുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ പോയി ചെയ്യുക. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക അനുവദിച്ച് കിട്ടില്ല. അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾ, അവിവാഹിതരായിട്ടുള്ള ആളുകൾ ലൈബിലിറ്റി പുതിയ സർട്ടിഫിക്കറ്റ്, അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണോ, അല്ലെങ്കിൽ വീണ്ടും പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതുമായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക. നമുക്ക് കാണുന്ന മുറയ്ക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.